ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:36 ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിപ്പിൻ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യപുത്രന്റെ വരവെങ്കിൽ ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാതിരിപ്പാൻ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. അതെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. പ്രാർത്ഥനയുടെ അനിവാര്യതയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഈ വചനം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 26:41 ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നും പ്രാർത്ഥിപ്പൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അതെ, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വചനങ്ങളാണിവ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പാന് കർത്താവച്ചൻ ആഹ്വാനം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരുന്നാൽ പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വരുമെങ്കിലും അതിനെ നമ്മൾ ജയിക്കുവാൻ ഇടയാകും. കർത്താവിന്റെ വചനം അതുകൊണ്ട് അത്രയും പറയുന്നത്, കർത്താവിന്റെ ഒരിഷ്ടത്തെ പറ്റിയിട്ട് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ വചനം പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കണം. അത് കർത്താവിന്റെ ഇഷ്ടമാണ്. അത് കർത്താവിന്റെ ഇഷ്ടങ്ങളിൽ ഒരിഷ്ടമാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എത്ര പേർക്ക് പ്രാർത്ഥനയെ ഒരു സ്വഭാവമായി കൊണ്ടു നടക്കുവാൻ സാധിക്കുന്നുണ്ട്? പ്രാർത്ഥന നമ്മുടെ ശ്വാസമായിരിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരുന്നാൽ പരീക്ഷയെ നിശ്ചയമായിട്ടും ജയിച്ചിരിക്കും. പിശാച് അലറുന്ന സിംഹം പോലെ ആരെയും വിഴുങ്ങേണ്ടുമെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. എങ്ങനെ അവന്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ സാധിക്കും? അവന്റെ മേൽ ജയമെടുക്കുവാൻ സാധിക്കും? പ്രാർത്ഥനയിൽ കൂടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ തീരുമാനമെടുത്താട്ടെ, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, പരീക്ഷയെ ജയിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഒരു തീരുമാനമെടുത്താട്ടെ. നമ്മെ സ്തോത്രം. പരീക്ഷയുണ്ട്, പക്ഷേ നിശ്ചയമായിട്ടും നിങ്ങൾ അതിന് ജയിച്ചിരിക്കും. കാരണം കർത്താവ് നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരീക്ഷയിൽ അകപ്പെടാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സൂക്ഷിക്കണമേ. കർത്താവെ, പ്രാർത്ഥനയുടെ അനിവാര്യതയെ, കർത്താവെ, അതിൻ്റെ പ്രാധാന്യത്തെ ഞങ്ങൾ കർത്താവ് ഇന്ന് പകലിൽ ഈ വചനത്തിൽ കൂടി തിരിച്ചറിഞ്ഞു. കർത്താവെ, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അഭ്യസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിൽ ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ കർത്താവ് അനുവദിക്കരുത്. കർത്താവ്, ഇതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പിശാചിന്റെ തന്ത്രത്തിലും ആരും കൈവിടപ്പെട്ടുവാൻ സ്വർഗം അനുവദിക്കരുതെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉണർന്നിരുന്ന് ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാവരുടെയും സ്വഭാവമായി മാറട്ടെ. സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നത് സകലമായ മഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.